നിങ്ങളോട് പെട്ടെന്ന് മിണ്ടാതായി അകലുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ അകൽച്ചയ്ക്ക് നിങ്ങളിലെ നിങ്ങൾക്ക് തന്നെ അറിയാത്ത, നിങ്ങളോട് അധികമാരും പറയാത്ത നിങ്ങളുടേതായ ഒരു കഴിവോ മിടുക്കോ കാണും. ഇത്തരക്കാർ നിങ്ങളോട് പെട്ടെന്ന് പിണങ്ങുന്നു. അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ മാത്രം ഒരു മടിയും കൂടാതെ വീണ്ടും നിങ്ങളോട് മിണ്ടാൻ വരുന്നു. സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രം കൂടുതൽ അടുക്കാനും സഹകരിക്കാനും മനസ്സ് തുറക്കുന്ന ഇക്കൂട്ടർ നിങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ആകുന്നു. ഇത്തരക്കാർ നിങ്ങളുടെ മിടുക്കിനെ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ഒരു അഹങ്കാരമായി ആണ് കാണുന്നത്. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കൂട്ടുന്നത്. സത്യത്തിൽ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള കുറച്ച് തെറ്റിദ്ധാരണകളാണ് അവർ പെട്ടെന്ന് മിണ്ടാതായി നിങ്ങളിൽ നിന്നും അകലാൻ അവരെ തോന്നിപ്പിക്കുന്നത്. എന്നാൽ അവർ പുറമേയുള്ള ജീവിതത്തിൽ നിന്നും മാത്രമായിരിക്കും നിങ്ങളോട് അകലം ഇട്ടിരിക്കുന്നത്. അവരുടെ ചിന്തകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ കണ്ണും മനസ്സും നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അറിയാൻ. സ്വന്തം ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ടും ശ്രമിച്ചിട്ടും ഒന്നും നേടാൻ കഴിയാതെ പോയവരായിരിക്കും ഇക്കൂട്ടർ. നിങ്ങളാകട്ടെ അവരെക്കാൾ കൂടുതൽ തോൽവികളിൽ നിന്നിട്ടും അവരെക്കാൾ കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതാണ് അവർക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇത്തരം ആളുകളോട് എപ്പോഴും ഒരു അകലത്തിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു, അവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ടാണ് അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് എന്നൊന്നും കൂടുതൽ ചിന്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റൊരാളുടെ ചിന്തകളെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും നമ്മളുടെ ചിന്തകളെ കുഴപ്പിക്കരുത്. നമ്മൾ എപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങളിലേക്കും ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങളിലേക്കും നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്കുമായിരിക്കണം മനസ്സിനെ കൊണ്ടുവരേണ്ടത്. സമൂഹവും കൂട്ടുകാരും അടുപ്പമുള്ളവരും ഒക്കെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് വരാം. ആരും മനസ്സിലാക്കേണ്ട. ആരൊക്കെ പിണങ്ങിയാലും ഇണങ്ങിയാലും നമ്മൾ നമ്മളായി ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.